പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വിലയേറിയ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും ബൈബിൾ വോയിസ് മിനിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തിരുവചനം 1 തീമോഥെയോസ് 1-ാം അധ്യായം 5-ാമത് വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഇപ്പോൾ തിരുവചനത്തെ കുറിച്ചാണല്ലോ ഇവിടെ സംസാരിക്കുന്നത്, അല്ലെ? അവിടെ പ്രധാനപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നില്ലേ? ആരാണത്? കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു വന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവരും ഒരു വിധത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ വളരെ സന്തോഷമാണ് ആ കാര്യം. പക്ഷെ എല്ലാവരും വേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? യേശു ക്രിസ്തു വാസ്തവത്തിൽ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? പാപികളെ രക്ഷിപ്പാനായിട്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പാപി ആരാ? എല്ലാവരും പാപികളല്ലേ? അങ്ങനെയല്ല ബൈബിള് പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. അപ്പോൾ അങ്ങനെ പാപികളായ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ ഒരു സംവിധാനത്തെ കൊണ്ട് സാധ്യമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ആരെ കൊണ്ട് സാധിക്കത്തുള്ളൂ? ദൈവത്തെ കൊണ്ട് സാധിക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമായി തീരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീർക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞിട്ട് താണലോകത്തിലേക്ക് നമ്മളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു വന്നു. എന്തിന്? പാപികളെ രക്ഷിപ്പാനായിട്ട്. അതുകൊണ്ട് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് അത് വിശ്വാസ്യമാണെന്നുള്ളതാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റെന്താണ് വിശ്വസിക്കേണ്ടത്, അല്ലേ? ഇത് ആക്ച്വലി നടന്ന കാര്യമല്ലേ? അതല്ലേ ചരിത്രം പറയുന്നത്. അതുകൊണ്ടല്ലേ AD എന്നും BC എന്തൊക്കെ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കുന്നതും അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡേറ്റുകളൊക്കെ ഇല്ല. അതൊക്കെ എവിടുന്ന? തീർച്ചയായും യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു വന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്നെ പോലുള്ളവർക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒരു കാലത്ത് പാപിയായി ജീവിച്ചിരുന്നു, സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു, ഇവയൊന്നുമില്ലായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു വന്ന് പാപത്തിന്റെ വിമോചകനാണെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ജീവിതത്തിന് മാറ്റമുണ്ടായി. ആ മാറ്റം കൊണ്ടാണ് ഞങ്ങളൊന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഈ അനുഭവത്തിലേക്ക് എത്തപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ യേശു ക്രിസ്തു വന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്ന് ക്രൂശിൽ മേൽപ്പടഞ്ഞ് മരിച്ച് ആ പുണ്യാഹരക്തം നിങ്ങളുടെ പാപപ്രശ്നത്തിന് പരിഹാരമാണ്. ഇന്ന് യേശുവിനെ സ്വീകരിക്കൂ. അതിനുവേണ്ടി ഈ സമയം ഉപയോഗപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാഴ്ത്തുക വിരാമം കുറിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിന്റെ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ, അവിടുത്തെ അനുഗ്രഹം അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കുമാറാകണമേ. എല്ലാവരും യേശു രക്ഷിതാവിനെ കാണട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുനാമം മഹത്വപ്പെടും. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.